ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. ജി എസ് ടിയിൽ പ്രധാനമായി പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ITC മിസ്മാച്ചിങ്. അതായത് GSTR 2Bയും നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുള്ള റെക്കോർഡ്സും തമ്മിൽ മാച്ച് ആവാത്ത പല സിറ്റുവേഷൻസും ഉണ്ടാവാറുണ്ട്. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇത് പ്രധാനമായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, നിങ്ങളുടെ സപ്ലയർ GSTR 1 ഫയൽ ചെയ്യുന്നില്ല എന്ന് കരുതുക. ഓട്ടോമാറ്റിക്കലി അത് GSTR 2Aയിലേക്കും GSTR 2Bയിലേക്കും റിഫ്ലക്റ്റ് ആവില്ല. GSTR 2Bയിൽ വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ സാധിക്കുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവ സപ്ലയർ GSTR 1 ചെയ്യുമ്പോൾ തന്നെ പലപ്പോഴും GSTIN നമ്പറിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ GSTR 2Bയിലേക്ക് അത് വരില്ല. രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനെലിജിബിൾ ITC, വ്യക്തിപരമായ ചെലവുകൾക്കായിട്ടുള്ള ഇൻവോയ്സിന്റെ ഡീറ്റെയിൽസ് ഒരിക്കലും നമ്മുടെ GSTR 2Bയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. നാലാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ വരുന്ന തെറ്റുകൾ, എറേഴ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ GSTR 1 ഫയൽ ചെയ്യുമ്പോൾ തന്നെ ഇൻവോയ്സ് നമ്പറിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരാം. ഡിജിറ്റലി എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്കത് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. പിന്നീട് ഓഡിറ്റിങ്ങിലൊക്കെ വലിയ പ്രശ്നങ്ങളായി മാറും. അപ്പോൾ പ്രധാനമായിട്ടും ഈ 4 കാര്യങ്ങളാണ് ഇതിൽ വ്യത്യാസങ്ങൾ വരാനുള്ള കാരണങ്ങളുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ GSTR 2B കറക്റ്റ് സമയത്ത് തന്നെ റിക്കൺസൈൽ ചെയ്ത് സൂക്ഷിക്കാനും നിങ്ങളുടെ സപ്ലയേഴ്സിന്റെ അടുത്ത് GSTR 1 അവർ ഫയൽ ചെയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾ പ്രത്യേകം നോക്കുക. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. താങ്ക് യു.